സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണീഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയാ യേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വതാമജ്ജദാവാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. അഹമയം കുതോ ഭവതി ചിന്വതഃ അയി പതത്യഹം നിജവിചാരണം. ഈ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ന അഭിമാനവൃത്തി അത് എവിടെ നിന്നാണോ പൊങ്ങി വരണത്, അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് ആര് വിചാരം ചെയ്യണോ? നിജവിചാരം എന്ന് വെച്ചാൽ സത്യത്തിനെ അന്വേഷിക്കണവർ എന്നർത്ഥം. നിജം എന്ന വാക്കിന് സത്യം എന്നർത്ഥം, നിത്യം എന്നർത്ഥം. നിത്യമായിരിക്കണ പൊരുളിനെ ഒരു അനിത്യമായ പൊരുൾ കൊണ്ട് തേടിക്കൊണ്ടേയിരിക്കണു. അനിത്യം എപ്പോ അസ്തമിക്കണോ? ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കണു, അനിത്യം അസുഖം ലോകം. ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്. അനിത്യമായ ഒരു പൊരുളിൽ ഇരുന്നു കൊണ്ടേ നമുക്ക് നിത്യമായ ഒരു പൊരുളിനെ കാണാൻ പറ്റുള്ളൂ. ഈ ശരീരം അനിത്യമാണ്. ഈ അനിത്യമായ ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. നിത്യമായിട്ടുള്ള പൊരുളിനെ അറിയാൻ പറ്റുള്ളൂ. അതിന് വിവേകമൊക്കെ ആവശ്യമാണ്. മനുഷ്യർക്ക് മാത്രമാണ് ആ ഒരു കഴിവുള്ളത്. ഇനി അങ്ങനെ മനുഷ്യർക്ക് മാത്രം അല്ല ഈ കഴിവുണ്ടെങ്കിൽ ഏതൊരു ശരീരമാണെങ്കിലും കുഴപ്പമില്ല എന്ന് ശങ്കരാചാര്യർ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞിരിക്കണം. നരത്വം ദേവത്വം നഗവന മൃഗത്വം അശകത പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജ സ്മരണ പരമാനന്ദലഹരി വിഹാരാസക്താ ചേതത് ഹൃദയമിഹ കിം തേന വപുഷാ. നരത്വം ദേവത്വം. എന്താ നരത്വം എന്ന് പറഞ്ഞാൽ? മനുഷ്യത്വം. മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ്? ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് എന്ന് നോക്കിയാൽ ഈ ഈശ്വര സാക്ഷാത്കാരമാണ് മനുഷ്യന്റെ പർപ്പസ്, ഒരു ജീവിതത്തിന്റെ പർപ്പസ്. ഈശ്വരനെ അറിയലും ഭഗവാനെ അറിയലും. അല്ലാതെ ധാരാളം ഇൻവെൻഷനോ കണ്ടുപിടുത്തങ്ങളോ ഒക്കെ കണ്ടുപിടിച്ച് ഡെവലപ്ഡ് കൺട്രി ആക്കി വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല മനുഷ്യന്റെ ജന്മം. പർപ്പസ് ഈസ് ടു ഫൈൻഡ് ഹൂ യു ആർ. ആരാണ് നീ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട്. ഭക്തിയിൽ നമുക്ക് അങ്ങനെ പറയാം, ജ്ഞാനത്തിൽ നമുക്ക് പറയാം ഞാൻ ആര്. ആ ഭക്തിയിലൂടെ അറിയണതും ജ്ഞാനത്തിലൂടെ അറിയണതും ഒരേ ഒരു പൊരുളിനെ തന്നെയാണ്. അതാണ് പർപ്പസ്. അതിന്
നരത്വം, ദേവത്വം. ഇനി ദേവനായിക്കോട്ടെ, നരനായിക്കോട്ടെ. നഗവന മൃഗത്വം, അല്ലെ പർവ്വതങ്ങളുടെ മുകളിലുള്ള മൃഗങ്ങളായിക്കോട്ടെ. മശകഥ, ഒരു കൊതു കൂടെ ആയിക്കോട്ടെ. ജസ്റ്റ് ഒരു സിമ്പിൾ ക്രീച്ചർ ഫോർ us, അല്ലേ? ചെറിയൊരു ക്രീച്ചർ, നമുക്കൊക്കെ ഏറ്റവും പുച്ഛമുള്ള ഒരു ക്രീച്ചർ. പശുത്വം, കീടത്വം, പശു ആയിക്കോട്ടെ, കീടമായിക്കോട്ടെ. ഭവതു വിഹഗത്വാദി ജനനം, ഏത് തരത്തിലുള്ള ജനനമോ ആയിക്കോട്ടെ. സദാ ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരി, സദാ അങ്ങയുടെ പാദത്തില് പാദാരവിന്ദം, സദാ അങ്ങയുടെ പാദാരവിന്ദം സ്മരിച്ചു കൊണ്ടിരിക്കാൻ പറ്റിയാൽ എനിക്ക് ഏത് ശരീരം കിട്ടിയാൽ എന്താ? സദാ ആനന്ദത്തിലിരിക്കാൻ പറ്റിയാൽ എനിക്ക് ഏത് ശരീരം കിട്ടിയാൽ, ഏത് ജീവനായ എന്താ? ഒരു കുഴപ്പമില്ല പറഞ്ഞു. പക്ഷെ ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താ? വിവേകത്തോടുകൂടി തന്നെ അറിയൽ, ദ ഫൈനൽ പർപ്പസ്. പക്ഷെ നമ്മൾ അതൊഴിച്ചു ബാക്കിയെല്ലാം കണ്ടുപിടുത്തങ്ങളും ഒക്കെ ചെയ്യണം. എന്തിനു ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്ന ഭാവം, ഞാൻ എന്നൊരു അഭിമാനവൃത്തി. ഐ ഇൻവെന്റഡ്. മോഡേൺ സയൻസ് മുഴുവൻ അതാ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ തെളിയിച്ചവരോ ഇന്നലെ വരെ ഉള്ള പൂർവികരോ ഒക്കെ കള്ളം. ഐ ആം ദി റൈറ്റ്, ഞാനാണ് ശരി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെതായ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിക്കാൻ പോകും. ഇതാണ് മോഡേൺ സയൻസ്. പക്ഷെ അവർക്കൊക്കെ ബേസ് ഏതാ? പൂർവികർ എന്ത് തന്നിട്ടുണ്ടോ അതാണ് ബേസ്. എങ്ങനെ അതാ ബേസ് എന്ന് പറയാം? അത് പഠിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അത് പഠിച്ചിട്ട് അവർ ശരിയില്ല എന്ന് നിരീക്ഷിക്കണം. ദിസ് ഈസ് മോഡേൺ സയൻസ്. പക്ഷെ നമ്മുടെ ശാസ്ത്രം ഇറ്റ് ഈസ് വെരി സിമ്പിൾ, വെരി പെർഫെക്റ്റ്. ഈ കാണപ്പെടുന്ന പൊരുളുകൾ മുഴുവൻ അനിത്യമാണ്. നിത്യം ആരാണോ കാണണത് അതാണ് നിത്യം. അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതമശ്നുതേ. അനിത്യമായ ഒരു പൊരുളിൽ ഇരുന്നു കൊണ്ട് തന്നെ നിത്യമായ ഒരു പൊരുളിനെ ശാശ്വതം അഭയം പ്രാപിച്ചുകൊണ്ട് ഈ അനിത്യത്തിനെ അങ്ങോട്ട് കളയാം. പ്രയത്നമൊന്നും വേണ്ട, അത് സ്വയമേവ പൊയ്ക്കോളും. നിത്യമായ പൊരുള് താൻ ആണ്, തൻ്റെ സ്വരൂപം സ്വയമേവ വിളങ്ങിയിരിക്കും. അതിന് ഒന്നിൻ്റെയും ആശ്രയമില്ല എന്ന് അപ്പോൾ മനസ്സിലാവും. ഇപ്പം നമ്മൾ വിചാരിക്കും ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ആത്മാവ്, ആരോഗ്യമുള്ള മനസ്സും ഒക്കെ നിൽക്കുള്ളൂ എന്നൊക്കെ പലരും ലെക്ചർ വിടുന്നുണ്ട്. എന്തിന് ശരീരം? എന്തിനാന്ന് വെച്ചാൽ നിത്യമായ ഒരു പൊരുളിനെ അറിയാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഗുരുവായൂരാണ് നമ്മുടെ ലക്ഷ്യം. ട്രെയിൻ യാത്ര ചെയ്യാനുള്ളതാണ്. ട്രിവാൻഡ്രം ടു ഗുരുവായൂർ യാത്ര ചെയ്യേണ്ടത്. ട്രെയിനിനെ വിടില്ല, ഗുരുവായൂരും പോകണമെന്ന് വെച്ചാൽ നടക്കില്ല. ട്രെയിനിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഗുരുവായൂരിൽ പോകാൻ പറ്റുള്ളൂ. അത് ന്യാസമേഷാം തപസാം അതിരുക്തമാഹു ഉപനിഷത്ത്. ന്യാസം, വി ഹാവ് ടു ലീവ് ഇറ്റ്. ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ കളയാം. എന്താ അതിൻ്റെ പർപ്പസ്? അതുവരയ്ക്കും വാങ്ങിച്ചോടം കളയലല്ല. ശരീരം കിട്ടിയോടം അങ്ങോട്ട് കളയാനൊന്നും പറ്റില്ല. ശരീരം എന്തിന് കിട്ടിയിരിക്കണു? അല്ലേ? സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ പുസ്തകം എന്തിന് തന്നിരിക്കണു? പഠിക്കാൻ വേണ്ടിയിട്ട്. പുസ്തകത്തിനെ ചുമന്നുകൊണ്ട് പിന്നിൽ കുറുക്കിൽ ബാഗിൽ ചുമന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടല്ല. പുസ്തകം എന്താ? പുസ്തകത്തിനുള്ളിലിരിക്കണ പൊരുളിനെ നീ ഉള്ളിൽ എടുക്കുക, ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഉപനിഷത്തും വേദവും ഒക്കെ ഇരിക്കണത് എന്തിനാ? ഉള്ളിലിരിക്കണ പരമേശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാണ്, പരമമായ ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മല ദൂരെ നിന്ന് കാണുമ്പോൾ ഞാനുണ്ട്, മലയുണ്ട്, അല്ലേ? ഞാൻ കാണണവൻ മല. ഈ മലയുടെ മേലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വി കനോട്ട് ഫൈൻഡ് മല ഞാനായി മാറി. മൂന്നാമതൊരാൾ വെളിയിൽ നിന്ന് നോക്കിയാൽ ആ മല എന്നേ കാണുള്ളൂ, എന്നെ കാണില്ല. അവിടെ ആ മലയ്ക്കുള്ളിൽ ഐ ആം ഇൻക്ലൂഡഡ്. എപ്പോ ഞാൻ ആത്മാവ് വിദ്യയാ അമൃതമശ്നുതേ, അവിദ്യയാ മൃത്യും തീർത്തുക. ഈ അവിദ്യയിലൂടെ തന്നെ ഈ മൃത്യു, സഫറിങ്ങിനെ തീർക്കണം.
സഫറിങ് എങ്ങനെ? ആ സഫറിങ് ഞാനല്ല, ഇത് എനിക്കല്ല ഈ സഫറിങ്, ഇത് ഞാനല്ല എന്ന ബോധ്യം ആർക്കുണ്ടാവണോ അവൻ വിദ്യയാ അമൃതമശ്നുതേ, അവൻ വിദ്യയിലൂടെ അമൃതത്വത്തെ നേടും. അപ്പോൾ ഞാൻ ആര് എന്നുള്ള നിജവിചാരം, സത്യവിചാരം, സത്യാന്വേഷണം ആര് നടത്തണോ, പതുക്കെ 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 ആ ഞാൻ ഒരു ഭാവം അങ്ങോട്ട് നശിച്ച് ഒരേ ഒരു പൊരുളായിട്ട് മാറുമത്രേ. നാരായണ ഗുരുദേവൻ പറഞ്ഞു, ഇനിയൊരു അഹന്തവരാവരം തരേണം. വലിയൊരു പ്രാർത്ഥനയാണ്. എല്ലാം കഴിഞ്ഞു, എല്ലാം പെർഫെക്റ്റ്ലി സാഗരമായി. ഇനി ഒരു കുമിള പോലൊരു അഹങ്കാരം വരാവരം തരേണം. ഇനിയൊരു വരം ഭഗവാൻ തരണമെങ്കിൽ ഒരു അഹങ്കാരം വരാതിരിക്കണം, ഒരു അഹങ്കാരവും ഇല്ലാത്തൊരു വരം തരണം. ഇതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത്. അഹമിനാശബാജഹമഹം തയാ സ്ഫുരതി ഹൃത് സ്വയം പരമപൂർണസത്. അഹമിനാശബാജി അഹമഹം തയാ സ്ഫുരതി ഹൃത് സ്വയം പരമപൂർണസത്. ഞാൻ എന്ന ഭാവം എന്തെന്ന് നമ്മൾ ആരാഞ്ഞു നോക്കിയാൽ ദാറ്റ് ഈസ് അഹങ്കാരം. മോഡേൺ സയൻസ് എല്ലാം നമുക്ക് അഹങ്കാരത്തെ സൃഷ്ടിച്ച് തന്നുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് എവറി ഇൻവെൻഷൻ ദേ വിൽ മേക്ക് ദാറ്റ് ഇൻവെൻഷൻ ആസ് ദെയർ നെയിം. എല്ലാ ഇൻവെൻഷനും എല്ലാ കണ്ടുപിടുത്തത്തിലും അയാളുടെ പേരിനെ കൊടുക്കും. ദാറ്റ് ഈസ് അഹങ്കാരം. ഈ ഞാൻ എന്ന ഭാവം, ഈ അഹങ്കാരം എവിടെ ഇരിക്കണു? ദ്രവ്യങ്ങളിലിരിക്കുന്നു. സാഹങ്കാരസ്യ ദ്രവ്യസ്യ. എല്ലാ അഹങ്കാരവും ദ്രവ്യത്തിലാണ് ഇരിക്കുന്നത്, ഓരോ പാർട്ടിക്കിളിൽ. നമ്മൾ നിജമായിട്ടൊരു വിചാരം ചെയ്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ കാറില്, നമ്മുടെ വീടില്, നമ്മുടെ വസ്ത്രത്തില്, നമ്മുടെ ക്ഷേത്രത്തില്, നമ്മുടെ കുലത്തില്, നമ്മുടെ സ്കൂൾ, കോളേജ്, നമ്മുടെ കുട്ടികള്, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കണവര്, എന്തിനേറെ കഴിക്കണ ഭക്ഷണത്തിൽ കൂടെയും അഹങ്കാരമുണ്ട്. ഞാനിത് കഴിക്കണു, ഇതെൻ്റെ ആഹാരം. എൻ്റെ ഭക്ഷണത്തിന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ ഹെർട്ടാവണം അല്ലേ? അപ്പോ അഹങ്കാരം എവിടെ വരണു? ദ്രവ്യം. അഹങ്കാരത്തിന് നിൽക്കണമെങ്കിൽ എക്സ്റ്റേണലി ഒരു ദ്രവ്യം വേണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നിജവിചാരണം. ഉള്ളില് എല്ലാ ദ്രവ്യത്തെയും ഉപേക്ഷിച്ച് ഈ ദ്രവ്യത്തെ രസിക്കണവനാര്? ആ പൊരുളിലേക്ക് തിരിഞ്ഞാൽ അഹങ്കാര നാശമായവന്. അഹങ്കാരം ലവലേശമില്ലാതാവുന്നു. ഈ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഭഗവത് അവതാരം മുഴുവൻ. മഹാബലി നല്ല ത്യാഗിയാണ്, എല്ലാം ദാനം ചെയ്യണു, സർവസ്വദാനം. യജ്ഞയാഗങ്ങളൊക്കെ നടത്തി ബ്രാഹ്മണർക്കൊക്കെ ദാനം ചെയ്തു. അങ്ങനെ ബ്രാഹ്മണ ദാനത്തിന്റെ വേളയിൽ ഒരു ചെറിയ കുട്ടി, ഹ്രസ്വായ ച വാമനായ ച, വാമനൻ വന്നു അത്രേ, ത്രിവിക്രമൻ വന്നു ചോദിച്ചു, എന്താ ബ്രാഹ്മണ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ 3 അടി തരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, 1ാമത്തെ അടിയിൽ അളന്നെടുത്തോളൂ, എത്ര വേണം, ചെറിയ കാല് എടുത്ത് അളന്നോളൂ എന്ന് പറഞ്ഞപ്പോ 1ാമത്തെ അടിയിൽ അയാളുടെ സ്വത്ത് മുഴുവൻ പോയി. 2ാമത്തെ അടിയിൽ ഈ ലോകം മുഴുവൻ, അല്ലെ, അഹങ്കാരം എന്താ? ഈ ലോകം മുഴുവൻ കീഴടക്കാം എന്നുള്ളത്, പിന്നെ എൻ്റെ സ്വത്ത് എന്നുള്ളത്. ഇത് രണ്ടുമാണ് അഹങ്കാരം. ഇനി ഞാൻ നേടേണ്ടതായിട്ടുള്ള ലോകങ്ങള് ഇപ്പൊ എന്തൊക്കെ ഞാൻ നേടിയിരിക്കണോ അത് ആദ്യം തന്നെ അയാളെ നേടിയത് മുഴുവൻ ഇല്ലാതാക്കി. 2ാമത്തെ അടിയിൽ ഈ ലോകമേ, ഉലകളന്ത പെരുമാൾ, ഉലകത്തിനെ മുഴുവൻ, ലോകത്തെ മുഴുവൻ അളന്നു. ഇനി 3ാമതൊരു അടിയില്ല, എവിടെ വെക്കണം എന്ന് ചോദിച്ചപ്പോ
ശിരസ്സിൽ വെച്ചോളൂ എന്ന് പറഞ്ഞത്. ശിരസ്സിൽ വച്ചപ്പോൾ ഈ അഹങ്കാരം ലവലേശം അങ്ങോട്ട് പോയി. ശരണാഗതി. നമ്മുടെ കൺസെപ്റ്റിൽ കേരളത്തിൽ മഹാബലി നായകനും ഭഗവാൻ വില്ലനുമാണ്. വാമനം ഒന്നും ഇല്ലാതാക്കി. പക്ഷെ വാമന ജയന്തിയാണത്. തിരുവോണം ഭഗവാന്റെ നക്ഷത്രം, വാമന ജയന്തി. നമ്മൾ എന്താ ആഘോഷിക്കുന്നത്? മഹാബലി ആഘോഷിക്കണം. എന്താ? മഹാബലി ദാനശീലനാണ്. പുറമേ ഒക്കെ ദാനം ചെയ്തു. എപ്പോൾ മഹാബലിക്ക് തൃപ്തി വന്നു എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ തൃപ്പാദം തൻ്റെ ശിരസിൽ വച്ചതും മഹാബലിക്ക് തൃപ്തിയായി. എന്ന് വെച്ചാലേ ഓരോ ജന്മവും എങ്ങനെ തീർക്കാം? ഭഗവാൻ വന്ന് ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കി തീർക്കും. ഓരോ ജന്മത്തിലും ഓരോ രൂപമെടുത്ത് വരണു മനുഷ്യൻ. അഹങ്കാരത്തിൻ്റെ വേരറുക്കാൻ വേണ്ടി. അഹത്തൈ വേരറുപ്പായി അരുണാചല. അഹങ്കാര വേര് ഇതിങ്ങനെ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. ഈ വേരോടെ ഇതിനെ പിഴുത് കളഞ്ഞില്ലെങ്കിൽ ഇത് വീണ്ടും മുളച്ചു വരും. അതുകൊണ്ട് അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത് അവതാരം. നമ്മൾ തന്നെ അഭിമാനം അതെല്ലാവരിലും ഉണ്ട്. എവിടെ? സ്പിരിച്വൽ ഫീൽഡിൽ പോയാൽ നിറയുണ്ട്. ഇത് ഞാൻ വായിച്ചത്, ഇത് എൻ്റെത്, ഇതെൻ്റെ പുസ്തകം, ഇത് ഞാൻ എഴുതിയ കൃതി, ഇത് ഞാൻ പറഞ്ഞു കൊടുത്തത്. പലതരത്തിലുള്ള അഹങ്കാരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. അത് ഈ സ്പിരിച്വൽ ഫീൽഡിലൊക്കെ കാണും. ഞാൻ ചെയ്തതെന്നൊരു ഭാവം വരും, നിറയെ കാണും. ഇതെല്ലാം അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തെ എങ്ങനെ ഇല്ലാതാക്കാം? ആശ്രമത്തിൽ ഒരാൾ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ എങ്ങനെ ഈ ഞാനെ കണ്ടുപിടിക്കല്? അല്ല, ഞാനെ എപ്പടി ഞാൻ തെരിഞ്ചിക്കരുത്ത്? ഈ ഞാനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു. ഭഗവാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ഇതേ ആൾ എന്ത് ചെയ്തു? അതുവഴി നടന്ന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നപ്പോഴേക്കും പാചകശാലയിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞു, ഡേയ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാതെ ഇവിടെ വന്ന് വല്ല സഹായിക്കൂ. അദ്ദേഹത്തിന് ദേഷ്യം. ഞാൻ നിന്നെ സഹായിക്കാനൊന്നും വന്നതല്ല, ഞാൻ ആരെന്ന് വിചാരം ചെയ്യാൻ വന്നതാണ്. അപ്പം ഞാനും അതിനെ തന്നെ വന്ന, നീ ഇവിടെ വേല എടുക്കാതെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും തർക്കം. ഇയാൾ പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല, ഞാൻ കാണിച്ചു തരും. നീ എന്ത്? ഇതിനേക്കാളും ഞാനാണ് വലുത്, എന്നെ നിനക്കറിയില്ല, ഞാനിവിടെ വന്ന് പാചകം ചെയ്യണമെന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് തർക്കമായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയതും ഭഗവാൻ ഇവിടെ വന്നിരിക്കുന്നു. തൊട്ടടുത്ത് ഭഗവാൻ ഇരിക്കണം. ഭഗവാൻ പറഞ്ഞു, ഇപ്പം എന്നെ കൂടെ സ്പഷ്ടമാ പാക്ക മുടിയത് ഉന്നോட ഞാൻ. എനിക്കും കൂടെ ഇപ്പം സ്പഷ്ടമായിട്ട് കാണാൻ പറ്റുന്നു ഈ ഞാനെ ഇപ്പം പിടിച്ചോന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് അഹങ്കാരം അല്ലേ? ഒരു പൊത്തിനകത്ത് പോയ പാമ്പിനെ ഇങ്ങനെ മകുടി ഊതി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പിടിക്കണത് പോലെ, ഒരു പാമ്പാട്ടി പിടിക്കണത് പോലെ ഈ അഹങ്കാരം എപ്പോൾ വെളിയിൽ പോകണോ അപ്പോൾ പോയി ക്യാച്ച് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐഡന്റിഫിക്കേഷൻ ഓഫ് അഹങ്കാരം ഈസ് ഉന്മൂലനം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അഹങ്കാര ഉന്മൂലനം. ടു കിൽ അഹങ്കാര എങ്ങനെ? To find what comes out when hurt happens. ഒരു ഹർട്ട് വരുമ്പോഴേക്കും എന്ത് പൊങ്ങി വരണോ? ദാറ്റ് ഈസ് അഹങ്കാരം, അഹംവൃത്തി. അഹംവൃത്തി തന്നെയാണ് അഹങ്കാരം. ഞാനെന്നുള്ള വൃത്തിയിലൂടെയാണ് ഈ അഹങ്കാരമൊക്കെ പറയുന്നത്. അതിന് ദ്രവ്യം ആവശ്യമാണ്. അതുകൊണ്ട് ഈ ദ്രവ്യത്തിനെ എല്ലാം നേത്തി എല്ലാത്തിനെയും നമ്മൾ ഉപേക്ഷിക്കുക. യാജ്ഞാവൽക്യൻ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് പരിവ്രാജനം ചെയ്തു പോകാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും മൈത്രേയി, യാജ്ഞാവൽക്യന്റെ വൈഫ് മൈത്രേയി ചോദിക്കുകയാണ്, എന്തിനാ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് പോണത്? അപ്പോൾ മൈത്രേയിക്ക് ഒരു ഉപദേശം. എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപദേശം. ഞാനിപ്പോൾ ഇതിനൊക്കെ വിട്ടിട്ട് പോയില്ലെങ്കിൽ ഒരു നാളേക്ക് ഇതെല്ലാം എന്നെ വിട്ടിട്ട് പോകും. ഇപ്പോൾ ഐ ആം ലീവിങ് എവറിത്തിങ്, അതർവൈസ് ഇറ്റ് വിൽ ലീവ് മീ അലോൺ. ആ ടൈമിൽ എനിക്ക് സത്യത്തെ അറിയാനുള്ള
ഒരു ഒരു ശക്തി ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അല്ലേ. പൊതുവിൽ വയസ്സായി കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എത്രയോ ഡേ നമ്മൾ വേസ്റ്റാക്കി, എത്രയോ ടൈം നമ്മൾ വേസ്റ്റാക്കിയിരിക്കുന്നു, ഇനിയൊന്നും ഭഗവത് നാമം ജപിക്കാന്ന് വിചാരിച്ചാൽ കണ്ണ് കാണണില്ല, സത്സംഗത്തിൽ പോയി ഇരിക്കാന്ന് വിചാരിച്ചാൽ ആചാര്യൻ നടന്നു പോകുമ്പോഴാണ് ചോദിക്കുന്നത് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു, കേൾക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റണില്ല, ഒരിടത്തുനിന്ന് അങ്ങോട്ട് പോകാൻ പറ്റണില്ല, ആരെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റണില്ല. ഈ ടൈമിൽ വി വിൽ ഗെറ്റ് സഫേർഡ്. നമ്മൾ സഫേർഡായി പോകും, സഫറിങ് വന്നു പോകും, നമുക്ക് ബുദ്ധിമുട്ട് വന്നു പോകും. അപ്പൊ ഈ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കണമെങ്കിൽ വളരെ കുട്ടിക്കാലത്ത് തന്നെ കൗമാരാത് ആചരേത് പ്രാജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ. പ്രഹ്ലാദൻ നിരീശ്വരവാദ സ്കൂളിൽ പോണ കുട്ടികളെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് പറയാണ്, കൗമാരത്തിലേ നിങ്ങൾ ഈശ്വര ധ്യാനം ആചരിക്കുള്ളൂ. ഇതൊക്കെ വെറും നാസ്തികം. ഈശ്വരൻ അസ്ഥി ഉണ്ട്, ഉള്ള പൊരുൾ ഏതാണോ അത് ഈശ്വരനാണ്, സദാ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഹിരണ്യകശിപു പറയണു ഒരിടത്തും ഇല്ല, ഈശ്വരൻ ഇല്ല, വെറും കള്ളം, ഫാൾസ്. പ്രഹ്ലാദൻ സ്വന്തം വീട്ടിലിരുന്നിട്ട് പറയണു ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, എവ്രിവെയർ ഐ ക്യാൻ സീ ഈശ്വര. എനിക്ക് ഈശ്വരനെ എവിടെ വേണമെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് കൗമാരേ ആചരയത്ത്, നമ്മൾ ഇത് ആചരിച്ചു വരണം. എങ്ങനെ? പതുക്കെ 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 ഗുരുവാക്യത്തിന് ശ്രദ്ധാപൂർവം ഇരിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. വേറൊന്നും പറഞ്ഞിട്ടില്ല, സാധന ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. സാധനയൊക്കെ വേണം, അപ്യസ്യ ധർമ്മസ്യ ഒക്കെ ചെയ്തോളൂ. പക്ഷേ ആര് ചെയ്യണം? ശ്രദ്ധ. ശ്രദ്ധ ആർക്കുണ്ടോ, സാധനാവാൻ എന്നൊന്നും ഭഗവാൻ പറഞ്ഞില്ല, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ ആർക്കുണ്ടോ അവൻ ജ്ഞാനത്തിന് ഉടമയാണ്. തസ്യ ശ്രദ്ധയേവ ശിരഃ ഋതം ദക്ഷിണഃ പക്ഷഃ സത്യമുത്തരഃ പക്ഷഃ യോഗ ആത്മാ. അവൻ വെളിയിൽ കേൾക്കണ സത്യം, ഉപനിഷത്ത് ധർമ്മം അവനെ ആത്മാവിലേക്ക് യോഗം ചെയ്തു കൊണ്ടുപോകും. ഇതാണ് ബുദ്ധിയോഗം, സാഖ്യയോഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അഹങ്കാരത്തിനെ ഉന്മൂലനം ചെയ്യലിനാണ് അധ്യാത്മരംഗം, അധ്യാത്മവിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് അഹംവൃത്തി, അഹംവൃത്തി എന്ന് പറയുന്നത് മനസ്സ്. ദാറ്റ് ഈസ് മനസ്സിനെ ഇല്ലാതാക്കൽ. ഇത് തന്നെയാണ് ഭഗവാൻ ഓരോ സൂക്ഷ്മ തലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആക്ച്വലി വി ആൾ ഫൈറ്റിംഗ് വിത്ത് മൈൻഡ് അല്ലേ, മൈൻഡുമായിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോണ്ട് ഫൈറ്റ് വിത്ത് മൈൻഡ്. മൈൻഡിനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് വഴിതിരിച്ചു വിടുക, ഭഗവാനിലേക്ക് വഴിതിരിച്ചു വിടുക. അല്ലെങ്കിൽ ഭഗവാൻ ഒരു ഗിഫ്റ്റായിട്ട് ഈ മൈൻഡിനെ കൊടുക്കുക. അസമർപ്പേകം, സമർപ്പണം ചെയ്തുകൊള്ളുക. ഈ മൈൻഡിനെ അങ്ങോട്ട് സമർപ്പണം ചെയ്ത ആചാര്യസ്വാമികളെ പറയാണ്, ഭവത്തു ഭവതർത്ഥം മമ മനഃ. എൻ്റെ മനസ്സ് അങ്ങയുടെ ഭിക്ഷാപാത്രത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ മനസ്സ് എനിക്ക് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേണ്ടാത്തൊരു സാമാനം ഞാൻ അങ്ങോട്ട് തരാം എന്ന അർത്ഥം. വി കനോട്ട് ഓപ്പറേറ്റ് ഇറ്റ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഭഗവാൻ അല്ലേ. നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്ത് ഭഗവാന് കൊടുക്കാൻ പറ്റില്ല. സ്മരണാത് ആപത്തി കിം കരണീയം സ്മരണീയം ചരണയുഗളായാം അംബായാം. ആപത്ത് വരുമ്പോൾ ആരെ ഭജിക്കണം? അമ്മയെ ഭജിക്കണം. അമ്മ ആരാ? ദക്ഷിണാമൂർത്തിരൂപിണ്യേ നമഃ. ദക്ഷിണാമൂർത്തി ആരാ? ജ്ഞാനം. ഈശ്വരഃ ഗുരുഃ ആത്മേതി മൂർത്തിഭേദ വിഭാഗിനേൻ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ജ്ഞാനം. ആ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന ദ്രവ്യങ്ങളോടുള്ള അറ്റാച്ച്മെന്റ്, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് അഹങ്കാരം. ഈ ദ്രവ്യങ്ങളെ ഞാനല്ലാന്ന് തള്ളിക്കളഞ്ഞാൽ, മൈത്രേയിയുടെ അടുത്ത് യാജ്ഞാവൽക്യൻ പറഞ്ഞതുപോലെ ഇത് ഞാനല്ല, ഇത് എന്നെ വിട്ടിട്ട് പോകുന്നൊരു നിശ്ചയ ഉറപ്പ് ആർക്ക് വരണോ? അതിനാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ ഗീതയിൽ പറയണത്. എന്താ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ? നിശ്ചയ ബുദ്ധി. ഇത് എനിക്ക് ഒരു നാളേക്ക് ദുഃഖം തരും എന്ന് ആര് ഉറപ്പിച്ചിരിക്കണോ
അവൻ വിൽ അറ്റൈൻ മുക്തി. ദർ ഇസ് നോട്ട് അറ്റ് ഓൾ ദർ ഇസ് നോ നീഡ് ഓഫ് അറ്റൈൻമെന്റ്. അതാണ് അഹങ്കാരം അങ്ങോട്ട് മാറിയാൽ പരിപൂർണമായ ജ്ഞാനം വെളിയിൽ വരും. അത്ര അജ്ഞാനത്തിൻ്റെ എന്താന്ന് വെച്ചാൽ അഹങ്കാരം. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ.